വെൽക്കം ടു PSC സ്റ്റുഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഭാഗം 1 ഒന്നാമത്തെ ചാപ്റ്ററാണ്, യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഹഗിയ സോഫിയ. ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ, പടം കണ്ടല്ലോ, കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ സ്മാരകം AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയയെ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയാമോ? എന്താണ് ഹഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു സ്മാരകം? ആ ഒരു സ്മാരകത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. AD 6ാം നൂറ്റാണ്ടിലാണ് ഇത് ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചത്. AD 6ാം നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചത്. ഓക്കെ, ഇതെവിടെയാണ്? തുർക്കിയിലാണ് അല്ലേ? തുർക്കിയിൽ ഇപ്പോൾ ഒരു ചരിത്ര മ്യൂസിയമായി നിലനിൽക്കുന്നതാണ് ഈ ഹഗിയ സോഫിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്താ, ഇതുപോലെ ഹഗിയ സോഫിയ പോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ എവിടെ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്? കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ലോകചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഭൂപടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കൂ. ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ട്, നമ്മൾ ഏഷ്യ കിടപ്പുണ്ട്. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിളിന് തൊട്ടടുത്ത് കരിങ്കടലുണ്ട്, അതുപോലെ മെഡിറ്ററേനിയൻ കടൽ താഴെയുണ്ട്. ഓക്കെ, പിന്നെ യൂറോപ്പ് അതിന് ഇടതുവശത്ത് മേളിലായിട്ട് കാണാം. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ഇപ്പോൾ ഇസ്താംബുൾ ലോകചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ? വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ കണ്ടു. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസാണ് പറയാൻ പോകുന്നത്. അപ്പം കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബുൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ സവിശേഷതകൾ, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു, അതുപോലെ പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരും അമൂല്യ ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. അപ്പം നമ്മൾ ഏഷ്യ, യൂറോപ്പ്, ഓക്കെ, ഏതായാലും നമുക്ക് ഇതിലേ കടന്നു പോകാൻ പറ്റുള്ളൂ അല്ലേ, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക്. അപ്പോൾ പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ഒരുപാട് വിജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ എന്താണ്, ഒരുപാട് അമൂല്യ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേന്ദ്രമായിരുന്നു. ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബുൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര്. കോൺസ്റ്റാന്റിനോപ്പിൾ കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു. അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത്. എന്തായിരിക്കാം ഇവർ ഇറ്റാലിയൻ നഗരങ്ങളിൽ പോകാൻ കാരണം? പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേർന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിൽ
എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. ഇത്രയും നോക്കാം. അപ്പം 1453 ആര് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കുന്നുണ്ട്. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കുന്നത്. അതോടെ എന്താണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതോടെ എന്താണ് കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു അല്ലെ. അവിടെ എന്താ ഒരുപാട് പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലേ. ഇവരെല്ലാം തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് ആളുകൾ എന്തെടുത്തു, തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്കായിരുന്നു. ഇറ്റാലിയൻ നഗരങ്ങളിലേക്കായിരുന്നു. ഒന്നും കൂടെ പറയാം. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കലാകാരന്മാരും പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. മെയിനായിട്ട് അവരെല്ലാം കൂടുതൽ പേരും പോയത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്കായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഒന്നെന്ന് പറയുന്നത് പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. ഇറ്റലി എന്ന് പറയുന്നത് പുരാതനമായ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു. അതുപോലെ ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലാ സാഹിത്യം സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു. സമ്പന്നരായ വ്യാപാരികളുണ്ടല്ലോ അവിടുത്തെ ഇറ്റലിയിലെ, അവർ ഈ കലയെയും സാഹിത്യത്തെ സംസ്കാരത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. പിന്നൊന്ന്, ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. സമ്പന്ന വ്യാപാരികൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഇവര് ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ എന്താണ് തൽപരരായിരുന്നു. അവർക്കതൊക്കെ ഇഷ്ടമായിരുന്നു. ഈ ഒരു സവിശേഷതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ ആ പണ്ഡിതന്മാരൊക്കെ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അതുപോലെ 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ എന്താണ് ഇറ്റലിയിൽ ഒരു നവോത്ഥാന പ്രക്രിയ ആരംഭിക്കുകയും അത് കൂടുതൽ വളരുകയും വ്യാപിക്കുകയൊക്കെ ചെയ്തു. ഇനി നവോത്ഥാനത്തിലേക്ക് കടക്കാം. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളിലായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ലത്തീൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ട് തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം സ്പാനിഷ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം. അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിന്റെ ഉള്ളടക്കം മാറി. സമാനമായ മാറ്റങ്ങൾ ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. യുക്തിചിന്തയുടെയും അന്വേഷണ ത്വരതയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി. മനുഷ്യജീവിതത്തിന്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം. അപ്പൊ നവോത്ഥാനം എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മധ്യകാലഘട്ടത്തിലൊക്കെ എന്താണ് ഈ കല, സാഹിത്യം, ചരിത്രം ഇതൊക്കെ എന്താണ് മതപരമായിട്ടുള്ള ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. കല, സാഹിത്യം, ചരിത്രം എന്നൊക്കെ പറഞ്ഞാല് മതപരമായിട്ടുള്ള ആശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്താണ് യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കിയിരുന്നത് ഏതൊക്കെ ഭാഷകളെയാണ്? അത് ലാറ്റിൻ, ലത്തീൻ അല്ലെങ്കിൽ ഗ്രീക്ക് ഇതൊക്കെയായിരുന്നു പണ്ഡിത ഭാഷകളായിട്ട് കണക്കാക്കിയിരുന്നത്. ലാറ്റിനും ഗ്രീക്കും. ഈ ഭാഷകളിലായിരുന്നു ഏറ്റവും കൂടുതൽ കൃതികൾ രചിച്ചിരുന്നതും ഈ ഭാഷയെ തന്നെയായിരുന്നു. പക്ഷെ എന്താണ് 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് ഇതുപോലെയുള്ള എന്താണ് പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഈ കൃതികളിൽ പ്രതിപാദ്യം എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഈ കൃതികളിലൊക്കെ പ്രതിപാദ്യമായിട്ടുണ്ടായിരുന്നത്. അതോടെ എന്താണ് മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ
സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. അതുപോലെ തന്നെ ചിത്രകല, ശില്പവിദ്യ ഈ മേഖലകളിലും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഓക്കെ, ഇവിടെ എല്ലാം എന്താണ്, മനുഷ്യ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതായിരുന്നു. ഓക്കെ, അപ്പം ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് എന്ത് പറയുന്നത്, മാനവികത എന്ന് പറയുന്നത്. മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പഠിച്ചു. മാനവികത എന്തിനെയൊക്കെ പ്രേരിപ്പിച്ച്, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പഠിപ്പിക്കുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ മാനവികത പ്രേരിപ്പിച്ചപ്പോൾ യുക്തിചിന്തയുടെയും അന്വേഷണ ത്വരതയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി. ആൾക്കാർ യുക്തിപൂർവ്വം ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, ഇതുണ്ടായത് എന്തുകൊണ്ടാവാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സയൻസിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് വരുമായിരിക്കാം. അപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ പല പല എല്ലാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പം 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ എന്താണ് നമ്മുടെ ഇറ്റലിയിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്നുണ്ട് അല്ലേ. അപ്പം മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത് അല്ലേ. അതായത് നേരത്തെയൊക്കെ അവിടെ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കല, സാഹിത്യം, ചരിത്രം ഇതൊക്കെ പൊക്കോണ്ടിരുന്നത്. അതായത് ആ സമയത്ത് പണ്ഡിത ഭാഷകളായി കരുതിയിരുന്നത് ലാറ്റിൻ, അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷകളായിരുന്നു. പക്ഷേ 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഈ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് ഈ പറയുന്ന പ്രാദേശിക ഭാഷകളൊക്കെ കൊണ്ടുവന്നു. ആ ഒരു ഭാഷകളിലൊക്കെ സാഹിത്യ കൃതികളൊക്കെ വന്നു. പക്ഷെ അവിടെയൊക്കെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങളല്ലായിരുന്നു. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു അല്ലേ. അപ്പൊ സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു. ഈ മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ സാഹിത്യത്തിൽ കൊടുത്തതുപോലെ തന്നെ ചിത്രകലയിലും ശില്പവിദ്യയിലും ഒക്കെ മനുഷ്യ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പൊ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് എന്തെന്ന് പറയുന്നത്, മാനവികത എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ മാനവികത വന്നു. ഈ മാനവികത എന്തിനു പ്രേരിപ്പിച്ചു, പ്രപഞ്ചത്തെക്കുറിച്ചും അതുപോലെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു. ഇതെന്തുണർത്തി, യുക്തിചിന്ത, അന്വേഷണ ത്വരത അല്ലെ, അന്വേഷണ ത്വര ഒക്കെ ആളുകളിൽ കൂടുതലായിട്ടുണ്ടായി. അപ്പം മനുഷ്യന്റെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കാൻ പറ്റിയത്. ഓക്കെ, ഇത്തരത്തിലുണ്ടായ ഉണർവിനെയാണ് എന്തെന്ന് പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുന്നത്. ഇനി നവോത്ഥാനം സാഹിത്യത്തിൽ. നവോത്ഥാന കാലത്ത് സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. AD 1304 1374. ഇദ്ദേഹത്തെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം എന്നാണ് ആ ഒരു കൃതിയുടെ പേര്. അപ്പം നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ ഏറ്റവും ഫേമസ് ആയിരുന്ന ആളാണ് പെട്രാർക്ക് എന്ന് പറയുന്ന ആള്. പെട്രാർക്ക് 1304 1374 ഈ കാലം ഓർത്തില്ലേലും കുഴപ്പമില്ല. പെട്രാർക്കായിരുന്നു ഏറ്റവും ഫേമസ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, നവോത്ഥാനത്തിന്റെ പിതാവ്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ, ശ്രീനാരായണ ഗുരു ആണല്ലേ. അതുപോലെ ഇന്ത്യയിൽ ആരാണ്, രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ഇദ്ദേഹത്തെ ലോകത്ത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് സീക്രട്ടം എന്ന് പറയുന്നത്. സീക്രട്ടം എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് സീക്രട്ടം. ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ ചിലരുടെ ചിത്രങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. അവർ രചിച്ച പുസ്തകങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ദാന്തെ
ദാന്തയുടെയാണ് ഡിവൈൻ കോമഡി. ബൊക്കാച്ചിയോ, ഡക്കാമറൻ കഥകൾ. സെർവാന്തെ, ഡോൺ ക്വിക്സോട്ട്. ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി. ആ സമയത്തുണ്ടായിരുന്ന പെട്രാക്കിനെ കൂടാതെ ഉണ്ടായിരുന്ന കുറച്ച് സാഹിത്യകാരന്മാരാണ്. അവരുടെ ബുക്കും ഉണ്ട്. ദാന്തെ, ഡിവൈൻ കോമഡി. ഇത് നമുക്ക് ഇപ്പം തന്നെ ഒരു കോഡൊക്കെ ഉണ്ടാക്കാവേ. ഡിവൈൻ കോമഡി. കോമഡി കേട്ടാൽ നമ്മൾ ചിരിക്കും അല്ലേ? എന്ത് കാണിച്ചിരിക്കുന്നത്? നമ്മുടെ പല്ലെന്ന് പറഞ്ഞാൽ ദന്തം. അപ്പം ദാന്തെ എന്ന് നമുക്ക് ഓർക്കാം. ദാന്തെ എന്താണ്? ഡിവൈൻ കോമഡി. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് പോലെ ഈ ആളുകളുടെ പേര് ഇപ്പുറത്തെ സൈഡിൽ, ഇവരുടെ ബുക്സ് ഇപ്പുറത്തെ സൈഡിൽ വന്ന് അങ്ങനെ. അപ്പം ദാന്തെയാണ് ഡിവൈൻ കോമഡി. ദാന്തയുടെ ഡിവൈൻ കോമഡി. അതുപോലെ ബൊക്കാച്ചിയോ, ഡക്കാമറൻ കഥകൾ. ഡക്കാമറൻ കഥകൾ ആരാണ്? ബൊക്കാച്ചിയോ ആണ്. ബൊക്കാച്ചിയോ. എന്താണ്? ഡക്കാമറൻ കഥകളാണ്. അദ്ദേഹത്തിന്റെ കിട്ടിയില്ല, നമുക്ക് അടുത്ത ആളെ നോക്കിയിട്ട് വരാം. സെർവാന്തെ ഡോൺ ക്വിക്സോട്ട് ആണ്. സെർവാന്തെ ആരാണ്? പുള്ളിക്കാരൻ്റെ ആണ് ഡോൺ ക്വിക്സോട്ട്. സെർവാന്തെ. ഇപ്പൊ പുള്ളിക്കാരനെ കാണുമ്പോൾ തന്നെ ഒരു ഡോൺ ലുക്ക് അല്ലേ? ആ ഒരു മുഖം ഓർത്ത് വെച്ചോ. ഡോൺ ക്വിക്സോട്ട്. പെട്ടെന്ന്, ക്വിക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്നല്ലേ? അപ്പൊ സെർവാന്തെ പെട്ടെന്ന് സെർവ് ചെയ്യണം ഡോൺ വാളെ അല്ലേ? അപ്പൊ ക്വിക്സോട്ട്, ഡോൺ ക്വിക്സോട്ട്. സെർവാന്തെ. അതുപോലെ ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്നാണ്. ഇറാസ്മസ് ആണ്. ഇറാസ്മസ്. ഈ രണ്ടെണ്ണത്തിന് കോഡുകൾ കിട്ടിയ ആരെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇത് ഓക്കെ, ഈ ഒരു കോളത്തിൽ അവരുടെ പുസ്തകങ്ങൾ. ഇനി നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയം ചിത്രകലയായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി ആയിരുന്നു ശ്രദ്ധേയനായ ചിത്രകാരൻ. മോണോലിസ, അവസാനത്തെ അത്താഴം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ. നവോത്ഥാന കാലത്തെ പ്രധാന ചിത്രകാരന്മാരുടെയും അവരുടെ സൃഷ്ടികളുടെയും ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഇത് പറഞ്ഞിട്ട് പോകാം. അപ്പം നവോത്ഥാന കാലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് ചിത്രകലയായിരുന്നു. ഏറ്റവും ശ്രദ്ധേയം. കാരണം ആൾക്കാർക്ക് കൂടുതലും വായിക്കാൻ അറിയില്ലായിരിക്കുമല്ലോ ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ പടങ്ങളൊക്കെ കണ്ട ആൾക്കാർക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റും അതിലുള്ള കാര്യങ്ങൾ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്തെ ഫേമസ് ആയിട്ടുള്ള ചിത്രകാരനായിരുന്നു നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചിയുടെയാണ് അവസാനത്തെ അത്താഴം, മൊണോലിസ. ഈ ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മൊണോലിസ, അതുപോലെ അവസാനത്തെ അത്താഴമൊക്കെ. മൊണോലിസ നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണോലിസ. മൊണോലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പിൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചു. ലിയനാർഡോ ഡാവിഞ്ചി എന്ന പ്രസിദ്ധനായ നവോത്ഥാന ചിത്രകാരൻ AD 1503 1505 ഇടയിലാണ് ഈ ചിത്രം വരച്ചത്. ഈ ചിത്രം പാരീസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ മൊണോലിസ ഇപ്പൊ സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ ഒരു മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഡാവിഞ്ചിയെ വരച്ചെന്ന് പറഞ്ഞു അല്ലെ? ഇത് 1503 1505 ഇടയ്ക്കാം. 1503 1505 ഇടയ്ക്കാണ്. ദെൻ അവസാനത്തെ അത്താഴം, ഇതാണ് ലിയനാർഡോ ഡാവിഞ്ചി. ഇത് മൈക്കൽ ആഞ്ചലോയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് അന്ത്യവിധി. മൈക്കൽ ആഞ്ചലോ. ഓക്കെ, മൈക്കിൽ കൂടെ ഒരാൾ ഇങ്ങനെ അന്ത്യവിധി പറയുന്ന ഓർത്താൽ മതി. ഈ ചിത്രം മനസ്സിലോർത്താൽ മതി. ഇവിടെ ഒരാൾ മൈക്കുമായിട്ട് നിൽപ്പുണ്ട്, അയാൾ അന്ത്യവിധി പറയുന്നു. മൈക്കൽ ആഞ്ചലോ ആണ് അന്ത്യവിധി. റാഫേൽ ഏതൻസിലെ വിദ്യാലയം. റാഫേലിന്റെ ആണ് ഏതൻസിലെ വിദ്യാലയം. ഓക്കെ, വിദ്യാലയങ്ങളിൽ ചിലർ ഫെയിലായി പോകും അല്ലേ? നവോത്ഥാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആൾക്കാർക്ക് അങ്ങനെ അക്ഷരങ്ങളൊന്നും അറിയില്ല എന്ന് ഓർത്താൽ മതി. അപ്പൊ ഏതൻസിലെ വിദ്യാലയമാണ് റാഫേൽ.
മൈക്കലാഞ്ചലോ എന്താണ് അന്ത്യവിധി. മൈക്കലാഞ്ചലോ അന്ത്യവിധി. അവസാനത്തെ അത്താഴം മോണോലിസ നമ്മൾ മറക്കില്ല, ലിയനാർഡോ ഡാവിഞ്ചി ആണ്. ചിത്രകലയിൽ മാത്രമല്ല മറ്റ് കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി. ശില്പവിദ്യ, വാസ്തുവിദ്യ, സംഗീതം മുതലായ മേഖലകളിൽ ഉദാത്ത സൃഷ്ടികളുണ്ടായി. വാസ്തുവിദ്യയിലെയും ശില്പവിദ്യയിലെയും പ്രധാന കലാകാരന്മാരെയും അവരുടെ സൃഷ്ടികളെയും ചിത്രങ്ങളിൽ നിന്ന് കണ്ടെത്താം. ലോറൻസോ ഗിബർട്ടി ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലാണ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ ഇവിടെ ഇങ്ങനെ കൊത്തുപണികളൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ ചെയ്തത്. ലോറൻസോ ഗിബർട്ടി. ഇത്രയും കൊത്തുപണികളൊക്കെ ചെയ്യണമെങ്കിൽ എന്താ ഒരു ലോറിയിൽ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ലോറൻസോ ഗിബർട്ടി. ഓക്കെ, ലോറൻസോ ഗിബർട്ടി ആണ്. എവിടെയായിരുന്നു? ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ കൊത്തുപണി ചെയ്തു. ലോറിയിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഓർത്താൻ മതി. ലോറൻസോ ഗിബർട്ടി. ഇതെന്താ ഞാൻ ഇപ്പൊ കോഡ് പറയുന്നത് വെച്ചാൽ ഞാനും ഇപ്പൊ വായിക്കുന്നതേ ഉള്ളൂ ഈ പുസ്തകം. അപ്പൊ നമുക്ക് ഒന്നിച്ച് വായിക്കാം, ആ ഒരു അർത്ഥത്തിലാട്ടോ നമ്മൾ പോകുന്നത്. ഡൊണാറ്റെലോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ആണ് ഗട്ട മെലിത്ത. ഈ ഒരു ശില്പം കണ്ടോ? ഗട്ട മെലിത്ത എന്ന് പറയുന്ന ശില്പം ആരുടെയാണ്? ഡൊണാറ്റെലോയുടെയാണ് ഗട്ട മെലിത്ത. ഡൊണാറ്റെലോ ഭയങ്കര പാടാണ്, നമ്മൾ ആവർത്തിച്ച് വായിക്കേണ്ട വരും. അപ്പം അതൊന്ന് ജസ്റ്റ് എല്ലാവരും നോക്കിയോണം. ഇതിനെന്തെങ്കിലും കോഡ് കിട്ടിയ, അതായത് ഡൊണാറ്റെലോ ഗട്ട മെലിത്ത ആ ഒരു ശില്പമാണെന്നുള്ള കോഡ് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയോ ഒന്ന് ഉണ്ടാക്കിയിടണേ. ഇനി നവോത്ഥാനം ശാസ്ത്രത്തിൽ. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നുണ്ടെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയുധത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയുധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു. ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നായിരുന്നു നേരത്തെ ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു ആശയം തെറ്റാണെന്ന് തെളിയിച്ചത് എപ്പോഴാണ്? നവോത്ഥാന കാലഘട്ടത്തിലാണ്. ആരാണ്? കോപ്പർനിക്കസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നുണ്ട്. ഓക്കെ, കോപ്പർനിക്കസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. അതുപോലെ ടെലിസ്കോപ്പ് കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. നമ്മൾ കുഞ്ഞിലേ മുതൽ പഠിക്കുന്നത് അല്ലേ? അപ്പൊ ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുന്നുണ്ട്. അതിലൂടെ സൗരയുധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അതോടെയാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു സന്ദേശങ്ങളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. ഗുട്ടൻബർഗ് ആണ് കണ്ടുപിടിക്കുന്നത്? അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രത്തിന്റെ പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് ഇത്. ഇതാണ് ഗലീലിയോയുടെ ടെലസ്കോപ്പ്. നമ്മുടെ ഇപ്പോൾ ഉള്ള ടെലസ്കോപ്പ് പോലെയൊന്നും അല്ല, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാ. അപ്പം സൗരയൂഥ സിദ്ധാന്തം കോപ്പർനിക്കസ് ആണ് സൂര്യന് ചുറ്റും ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും കറങ്ങുന്നു എന്നാണ് പറയുന്നത്. ഗലീലിയോ ഗലീലിയുടെ ടെലസ്കോപ്പ് കണ്ടു. ആ ടെലസ്കോപ്പിലൂടെ ഗലീലിയോ ഗലീലി തെളിയിച്ചു സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന്. അതുപോലെ ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രം അത് വന്നതോടുകൂടിയാണ് നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം 1439 ജർമ്മനിയിൽ ലോഹപ്പണിക്കാരനായിരുന്ന ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചത്.
അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറന്നു. നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിന് ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി. ഗുട്ടൻബർഗിന്റെ അച്ചടി സാങ്കേതികവിദ്യ ലോകത്തിന്റെ ഇത്തര ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. വിജ്ഞാനത്തിന്റെ വ്യാപനത്തിന് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത്. അപ്പൊ 1439 1439 അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. ആരാണ്? ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ്. നമ്മൾ പറഞ്ഞു പുള്ളിക്കാരനൊരു ലോഹപ്പണിക്കാരനായിരുന്നു. ലോഹപ്പണിക്കാരൻ. ജർമ്മനിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ജർമ്മനിയിലെ ഒരു ലോഹപ്പണിക്കാരനായിരുന്നു നമ്മുടെ ജോഹന്നാസ് ഗുട്ടൻബർഗ്. അപ്പൊ ഈ ഒരു ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അത് മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ കീബോർഡിൽ ഒരുതരം ഫൈബർ ആണെന്ന് തോന്നുന്നു, കീസ് അല്ല അല്ലെ, കീസൊക്കെ ഉള്ള. ഇവിടെ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളൊക്കെ മരം കൊണ്ട് നിർമ്മിച്ചാണ്, അത് ഇളക്കി മാറ്റാവുന്നതായിരുന്നു. നമ്മുടെ ഈ അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറക്കുന്നുണ്ട്. അപ്പൊ നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഒരു അച്ചടി യന്ത്രത്തിന്റെ ഈ ഒരു സാങ്കേതിക വിദ്യ വ്യാപിക്കുന്നുണ്ട്. ഇനി മത നവീകരണം. നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണം മതനവീകരണം എന്നറിയപ്പെടുന്നു. ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. അപ്പൊ മതനവീകരണം എന്ന് പറയുന്നത് എന്താണ്? 16-ാം നൂറ്റാണ്ടില് യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണമാണ് മതനവീകരണം. മതനവീകരണം എന്താണ്? അത് 16-ാം നൂറ്റാണ്ടില് യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണമാണ് മതനവീകരണം എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ചത് എവിടെയാണ്? ജർമ്മനിയിലാണ് ആരംഭിച്ചത്. അതുപോലെ നമ്മുടെ ജോഹന്നാസ് ഗുട്ടൻബർഗ്, പുള്ളിക്കാരൻ ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്നു അല്ലേ? ഈ ഒരു മതനവീകരണം ആരംഭിക്കുന്നതും ജർമ്മനിയിലാണ്. മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അത് നമ്മുടെ മാർട്ടിൻ ലൂതർ ആണ്. ഇതാണ് ഫോട്ടോ. മാർട്ടിൻ ലൂതർ ആയിരുന്നു. ഇനി സമുദ്രമാർഗങ്ങൾ തേടി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് നാം മനസ്സിലാക്കിയതാണല്ലോ. ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. ഇത് പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി. വടക്കി നോക്കിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാര മാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി. അപ്പൊ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതായത് ഇസ്താംബുൾ പിടിച്ചെടുത്തു. അപ്പൊ എന്താണ്? ഏഷ്യൻ രാജ്യത്തിന്റെയും യൂറോപ്പിന്റെയും ഇടയ്ക്കുള്ള കച്ചവട മാർഗമായിരുന്നല്ലോ കോൺസ്റ്റാന്റിനോപ്പിൾ. സോറി. അപ്പൊ എന്താണ്? ഇപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ വഴി എന്തായാലും യൂറോപ്പിലോട്ട് പോകാനോ അതിൽ ഏഷ്യയിലേക്ക് വരാനോ പറ്റത്തില്ല. അതിനുവേണ്ടി എന്ത് ചെയ്തു? പുതിയ വാണിജ്യ മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ യൂറോപ്യന്മാർ നിർബന്ധിതരായി. അപ്പൊ വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അവർക്ക് സാഹസിക യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം ഈ റീസൺ കൊണ്ടൊക്കെ എന്താണ്? സഞ്ചാര മാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും, അതായത് പുതിയ പുതിയ സഞ്ചാര മാർഗങ്ങൾ കപ്പൽ വഴിയൊക്കെ വരാൻ തുടങ്ങി. അതുപോലെ എന്താണ് അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ എന്താ? പല പല സഞ്ചാര മാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും ഒക്കെ മനുഷ്യന് പരിചിതമാക്കി. ഇനി വ്യവസായ വിപ്ലവം. നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. യന്ത്രങ്ങൾ ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കുന്നതിനും ഉൽപാദന ചെലവ് കുറയുന്നതിനും ഇടയാക്കി. ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി.
ഈ നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി, വലിയ വലിയ പുരോഗതി ഉണ്ടായി. അത് എന്താണ്? യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. അപ്പൊ ഇങ്ങനെ യന്ത്രങ്ങളുടെ എന്താണ് യന്ത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഉൽപാദന രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കി അല്ലെ. ഉൽപാദനം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു, ഉൽപാദന ചെലവ് കുറയ്ക്കാനും ഇടയാക്കി. ഇത്തരത്തിൽ എന്താണ്? ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങളെയാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങളാണ് വ്യവസായ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇത് ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് എന്താണ്? വാണിജ്യ രംഗത്തും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം കുറച്ച് എന്താണ് യന്ത്രങ്ങളാണ്. സ്പിന്നിങ് ജെനി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സിൻ്റെയാണ് സ്പിന്നിങ് ജെനി. അതുപോലെ ആവിയന്ത്രം നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ജെയിംസ് വാട്ടിൻ്റെയാണ് ആവിയന്ത്രം. ലൊക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ ആണ്. ഇതെന്തോ കോഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഫ്ലൈയിങ് ഷട്ടിൽ കളിക്കുക. അപ്പോൾ ഷട്ടിൽ കളിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയല്ലേ കളിക്കുന്ന. ഷട്ടിൽ ഇങ്ങനെ കൈ പൊക്കി അങ്ങനെ ഓർത്താൽ മതി. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ. ജോൺ എന്നുള്ളത് ഓർത്ത് വെക്കാൻ എന്താ? ജോണ് ജെയിംസ് ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരും അല്ലേ. അപ്പം നമ്മൾ ഷട്ടിൽ കളിക്കുമ്പോൾ എപ്പോഴും ഓൺ ആയിട്ടിരിക്കുന്നു. ഓഫ് ആയിട്ട് നിന്ന് ഷട്ടിൽ കളിക്കാൻ പറ്റുമോ? അപ്പം ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ. സ്പിന്നിങ് ജെനി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. സ്പിന്നിങ് ജെനി എന്ന് പറയുന്നത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. എനിക്കിനി കോഡ് കിട്ടിയില്ല. ആവിയന്ത്രം ജെയിംസ് വാട്ടാണ് പണ്ട് മുതലേ പറയുന്ന. ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം. സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട് എന്നാണ് കുഞ്ഞിലെ പഠിക്കുന്ന. ലൊക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ ആണ്. ലൊക്കോമോട്ടീവ്. ഇതൊക്കെ നോക്കണം. അപ്പൊ ഈ ഒരു പാഠം കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോൾ നോക്കിയത് ഏത് പാഠമായിരുന്നു? 7ാം ക്ലാസ്സിന്റെ 1ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഓക്കെ, അപ്പം ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയുക കേട്ടോ. അപ്പം ശരി, താങ്ക് യു.